Today we are going to continue with module 4, SVM or support vector machines. Okay, support vector machines is an important topic, and in the last exam support vector machines had come for the examination also. Okay, ini support vector machines ennu parayunnathu linear datayum non-linear datayum classify cheyanayittu use cheyyunna oru method aanu support vector machines. We will come back to the details after I show you the data. ഇനി ലീനിയർ ഡേറ്റയും നോൺ ലീനിയർ ഡേറ്റയും എന്ന് വെച്ചാൽ എന്താ എന്നുള്ളതാണ് ആദ്യം പറയാൻ പോകുന്നത്. വാട്ട് ഈസ് ലീനിയർ ഡേറ്റ? ഇതാണ് ഡേറ്റ എന്ന് വിചാരിക്കുക. ഇതാണ് ഡേറ്റ, ഇതൊരു ക്ലാസ്സും ഇത് വേറൊരു ക്ലാസ്സുമാണ്. ഈ കേസിൽ നമുക്കൊരു ലൈൻ വെച്ചിട്ട്, ഒരു ലൈൻ ഇക്വേഷൻ, ഒരു ലീനിയർ ഇക്വേഷൻ വെച്ചിട്ട് ഈ ഡേറ്റയെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഇസ് ഇറ്റ് പോസിബിൾ ടു ഡ്രോ എ ലൈൻ ത്രൂ ഓൾ ഓഫ് ദ പോയിന്റ്സ് ഓഫ് ദിസ് ഡേറ്റ? മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ ഒരു ലൈനിനെ വരയ്ക്കാൻ പറ്റും. എന്നിട്ട് ഈ രണ്ട് ഡേറ്റ എററായിട്ട് നമുക്ക് വിട്ടേക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെയും ഒരു ഇതിൻ്റെ ഇടയിൽ കൂടി ഈ മൂന്ന് ലൈനിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈനിനെ വേണമെങ്കിൽ വരയ്ക്കാനായിട്ട് പറ്റും. പക്ഷേ എല്ലാ പോയിൻറ്റ്സിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ലൈൻ ലീനിയർ ഇക്വേഷനെ നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ ലൈൻ. ലൈനിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ഡേറ്റ അല്ല ഇത്. These kind of data are called non-linear data. Data linear ആണെങ്കിലും നോൺ ലീനിയർ ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സപ്പോർട്ട് വെക്റ്റർ മെഷീൻസ്. ഓൺലി പ്രോബ്ലം ഇസ് ദാറ്റ് നോർമലി സപ്പോർട്ട് വെക്റ്റർ മെഷീൻസ് 2 ക്ലാസ് പ്രോബ്ലംസിനാണ് യൂസ് ചെയ്യുന്നത്. വി കനോട്ട് യൂസ് ഇറ്റ് ഫോർ മോർ ദാൻ 2 ക്ലാസ്സസ്. സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഒറ്റ SVM യൂസ് ചെയ്ത് നമുക്ക് മൾട്ടിപ്പിൾ ക്ലാസ്സസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. വിൽ ഹാവ് ടു യൂസ് മൾട്ടിപ്പിൾ SVMs ഫോർ മൾട്ടിപ്പിൾ ക്ലാസ്സസ്. നൗ ഇതിൽ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. വി ആർ ഗോയിങ് ടു ട്രൈ ടു ഫൈൻഡ് എ ലൈൻ ഓർ എ പ്ലെയിൻ. ഓക്കെ, ഒന്നെങ്കിൽ ഒരു ലൈൻ, ഇപ്പോൾ 2D ഡേറ്റ ആണെന്നുണ്ടെങ്കിൽ വി വോണ്ട് ടു ഫൈൻഡ് എ ലൈൻ വിച്ച് ക്യാൻ ബി ഡ്രോൺ ടു സെപ്പറേറ്റ് ദ 2 ക്ലാസ്സസ്. അപ്പോൾ ഇവിടെ ഈ ലൈൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെയുള്ള എല്ലാ ഡേറ്റയും ഒരു ക്ലാസ്സും ഇതിന് മുകളിലുള്ള എല്ലാ ഡേറ്റയും വേറൊരു ക്ലാസ്സുമാണ്. അതുപോലെ തന്നെ ഈ ലൈൻ എടുക്കുകയാണെങ്കിലും നമുക്ക് പറയാൻ പറ്റും ഇതിൻ്റെ താഴെയുള്ള ഡേറ്റ എല്ലാം ഒരു ക്ലാസ്സും ഇതിൻ്റെ മുകളിലുള്ള ഡേറ്റ എല്ലാം വേറൊരു ക്ലാസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതുപോലെ ഇപ്പോൾ ഈ ലൈനാണ് നമ്മൾ വരയ്ക്കുന്നതെന്ന് വിചാരിക്കുക. ഈ ലൈൻ ആണെങ്കിലും നമുക്ക് പറയാൻ പറ്റും ഇതിന് താഴെയുള്ള ഡേറ്റ എല്ലാം ഒരു ക്ലാസ് എന്നും ഇതിന് മുകളിലുള്ള ഡേറ്റ എല്ലാം മറ്റേ ക്ലാസ് എന്നും നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഇത്രയും സ്പേസ്, ഈ ക്ലാസ്സും തമ്മിലുള്ള സെപ്പറേഷൻ ഇത്രയും ഉള്ളത് കാരണം പല ലൈനുകളും നമുക്ക് വരച്ചിട്ട് നമുക്ക് ഒരു സെപ്പറേറ്റിംഗ് ലൈനിനെ അല്ലെങ്കിൽ സെപ്പറേറ്റിംഗ് പ്ലെയിനിനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ആ പ്ലെയിനാണ് ശരിക്കും SVM എന്ന് പറയുന്നത്. ബട്ട് വാട്ട് ഇസ് ദ മെത്തേഡ്? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരച്ച് നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തർ ഡിസൈൻ ചെയ്യുന്ന SVM ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മളൊരു മെത്തേഡ് യൂസ് ചെയ്യും. ആ മെത്തേഡ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ലൈൻ മസ്റ്റ് ബി ഇൻ സച്ച് എ വേ ദാറ്റ് ദ പ്ലെയിൻ ഓർ ദ ലൈൻ ഇസ് മാക്സിമം ഡിഫറൻസ് വരുന്ന രീതിയിലുള്ള ഒരു ഹൈപ്പർ പ്ലെയിൻ ആയിരിക്കും നമ്മൾ വരയ്ക്കുന്നത്. മാക്സിമം സ്പേസ്, ഇതിൻ്റെ ഇടയിലുള്ള ഡിഫറൻസ് മാക്സിമം സ്പേസ് ആകുന്ന രീതിയിൽ. സോ ഈ ഡേറ്റ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലൈനാണല്ലോ, ഈ ഡോട്ടാണ് ഏറ്റവും ഇതിൻ്റെ അടുത്ത് കിടക്കുന്നത്. ഇതിൻ്റെ അടുത്തൂടെ ഇങ്ങനെ ഒരു ലൈനും ഈ 2 ലൈനിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഒരു ലൈൻ. ദീസ് 2 ലൈൻസ്, 2 ലൈൻ പാരലൽ ആയിരിക്കണം. മാക്സിമം സ്പേസ് വരത്തക്കവണ്ണമുള്ള ഒരു 2 ലൈൻ വരയ്ക്കണം. ഒരെണ്ണം ക്ലോസ് ടു the first class and the other close to the second class. അങ്ങനെ കിട്ടുമ്പോൾ ഇപ്പോൾ ഈ ലൈൻ ആണെന്നുണ്ടെങ്കിൽ ഈ 2 എണ്ണത്തിൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ട് കിടക്കുന്ന ഇത് 2 എണ്ണത്തിനെ നമുക്ക് വരയ്ക്കും. എന്നിട്ട് ഈ 2 എണ്ണത്തിൻ്റെ ഈക്വി ഡിസ്റ്റൻ്റ് ആയിട്ട് നടുക്കൂടെ ഒരു വര വരയ്ക്കും. അതാണ് നമുക്കാവശ്യമുള്ള മാക്സിമം മാർജിനൽ ഹൈപ്പർ പ്ലെയിൻ. ഇതുണ്ട്, ഇതൊരു സ്മോൾ മാർജിനാണ്. മാക്സിമം മാർജിൻ വരത്തക്കവണ്ണം നമ്മളൊരു ലൈൻ വരയ്ക്കുന്നുണ്ട്. ഇതിന് തൊട്ടടുത്ത് വരുന്ന ഇങ്ങനെ ഈ ആംഗിളിൽ ഒരു ലൈനും വരച്ചു. ഇതിന് തൊട്ടടുത്ത് വരുന്ന ഇതിന് പാരലായിട്ട് വേറൊരു ലൈൻ. ഇതാണ് മാക്സിമം മാർജിൻ. നമുക്ക് ഈ 2 ക്ലാസ്സിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന മാക്സിമം മാർജിൻ. ഇതിൻ്റെ 2ൻ്റെയും ഒത്ത നടുക്ക് വരുന്ന ഇതിന് 2നും പാരലൽ ആയിട്ടുള്ള ലൈനാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന മാക്സിമം മാർജിനൽ
hyperplane, and this will define, this maximum marginal hyperplane will define the SVM, support vector machine. Now നമ്മൾ ഈ ലൈൻ വരയ്ക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു പോയിന്റും, ദാറ്റ് ഇസ് ഈ ക്ലാസ്സിന് ഏറ്റവും അടുത്ത് കിടക്കുന്ന പോയിന്റുകൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ. സോ ഈ ഒരു പോയിന്റും, ഈ കേസിൽ ഈ ക്ലാസ്സിന് ഏറ്റവും അടുത്ത് കിടക്കുന്നത് ഈ പോയിന്റുമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഈ പോയിന്റും മാത്രമാണ് നമ്മുടെ സപ്പോർട്ട് വെക്റ്റേഴ്സ്. അപ്പോൾ ഇത് മാത്രം ആയിരിക്കണം എന്നില്ല, ദർ മൈറ്റ് ബി മോർ ദാൻ 2 പോയിന്റ്സ്. അപ്പോൾ ഇതും ഇച്ചിരി അടുത്ത് കിടക്കുന്നതാണ്, അപ്പോൾ അതിനെയും കൂടെ നമുക്ക് എടുക്കാം. ഇതും ഇച്ചിരി അടുത്ത് കിടക്കുന്നതാണ്. സോ ഈ 4 പോയിന്റ് വെച്ചിട്ട് മാത്രം നമ്മൾ ഈ പ്ലെയിൻ ഏതാണെന്ന് ഡിസൈഡ് ചെയ്യുക ചെയ്യുന്നത്. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഈസ് കോൾഡ് സപ്പോർട്ട് വെക്റ്റർ മെഷീൻ. ആ ലൈനിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ 4 പോയിന്റാണ്. ഈ 4 പോയിന്റ് ആയതുകൊണ്ട് അതിനെയാണ് സപ്പോർട്ട് വെക്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നൗ ബിക്കോസ് ദിസ് ലൈൻ ഈസ് ഓൺലി ബേസ്ഡ് ഓൺ ദീസ് ഫ്യൂ പോയിന്റ്സ്, ഓവർ ഫിറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രോബ്ലമേ ഇവിടെ ഒക്കർ ചെയ്യാൻ പോകുന്നില്ല. കാരണം എല്ലാ ഡേറ്റയെ ബേസ് ചെയ്തല്ല നമ്മൾ ഈ ഹൈപ്പർ പ്ലെയിൻ തീരുമാനിക്കുന്നത്. നമ്മൾ സപ്പോർട്ട് വെക്റ്റേഴ്സിനെ മാത്രം ബേസ് ചെയ്തിട്ടാണ് ഹൈപ്പർ പ്ലെയിനിനെ തീരുമാനിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് അവർ സപ്പോർട്ട് vector. Now let's go back to the theory. SVM, both linear dataയും നോൺ ലീനിയർ ഡേറ്റയെയും നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് SVM യൂസ് ചെയ്യാനായിട്ട് പറ്റും. Now how does it work? It uses a non-linear mapping to transform the original training data into a higher dimension. എന്നുവെച്ചാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന 2 dimension അല്ലെങ്കിൽ 3 dimension പ്ലെയിനിൽ നമുക്ക് ഹൈപ്പർ പ്ലെയിനിനെ വരയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ആദ്യം അതിനെ ഹയർ ഡയമെൻഷനിലേക്ക് കൺവേർട്ട് ചെയ്യും. ദാറ്റ് ഐ വിൽ ഷോ യു ഇൻ എ ബിറ്റ്. ഓക്കെ, അത് ഞാനിപ്പോൾ ചെയ്തിട്ടില്ല. ഐ ഓൺലി ഷോൺ യു ദിസ് പാർട്ട്. In the new dimension, it searches for a linear optimal separating hyperplane. അപ്പോൾ ഈ ഡിസിഷൻ ബൗണ്ടറിയാണ് നമ്മുടെ മാക്സിമം ഹൈപ്പർ പ്ലെയിൻ എന്നുവെച്ചാൽ മാക്സിമം ഡിസ്റ്റൻസ് ഉള്ള ഹൈപ്പർ പ്ലെയിൻ. ഓക്കെ, എന്നിട്ട് with an appropriate non-linear mapping to a sufficiently high dimension plane, data from 2 classes can always be separated by a, എന്നുവെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന പ്ലെയിനിൽ ഡയമെൻഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ ഹയർ ഡയമെൻഷൻ ഏതെങ്കിലും ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് എപ്പോഴും ഹൈപ്പർ പ്ലെയിൻ കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഐ ഷോ യു ആൻ എക്സാമ്പിൾ. ദി SVM finds this hyperplane using only support vectors or essential training tuples and margins defined by the support vectors. അതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. സപ്പോർട്ട് വെക്റ്റേഴ്സ് മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഹൈപ്പർ പ്ലെയിനിനെ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, പോപ്പുലാരിറ്റി ഓഫ് SVM, ഓൾദോ ദ ട്രെയിനിങ് ടൈം ഇസ് എക്സ്ട്രീംലി സ്ലോ. എന്നുവെച്ചാൽ ട്രെയിനിങ് ടൈം എന്ന് വെച്ചാൽ പല ലൈൻ ഇങ്ങനെ നമ്മൾ മാറി മാറി ഇട്ട് നോക്കുമ്പോഴാണ് മാക്സിമൽ ഡിസ്റ്റൻസ് ഏതിൻ്റെയാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത്. പക്ഷേ ഇറ്റ്സ് ഹൈലി ആക്യുറേറ്റ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ owing to their ability to model complex non-linear decision boundaries. എന്ന് വെച്ചാൽ നമ്മുടെ ആ ഡിസിഷൻ ബൗണ്ടറി കോംപ്ലക്സ് ആയിട്ടുള്ള നോൺ ലീനിയർ ഡിസിഷൻ ബൗണ്ടറീസും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാരണം ഹൈലി ആക്യുറേറ്റ് ആണ്. ബിക്കോസ് വി ആർ യൂസിങ് ഓൺലി സപ്പോർട്ട് വെക്റ്റേഴ്സ്, ഓവർ ഫിറ്റിംഗ് വിൽ നെവർ ഹാപ്പൻ. കുറച്ച് ഡേറ്റയെ ബേസ് ചെയ്ത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഒരു ജനറലൈസ്ഡ് റിസൾട്ട് ആയിരിക്കും എപ്പോഴും നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ SVM പ്രൊവൈഡ്സ് എ കോമ്പാക്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ലേൺഡ് മോഡൽ. എന്നുവെച്ചാൽ ആ മോഡലിനെ ഒരു ലൈനായിട്ടാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ ഓർ എ പ്ലെയിൻ. സോ ഇറ്റ് ഈസ് എ കോമ്പാക്ട് ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, SVM യൂസ് ചെയ്ത് പ്രഡിക്ഷനും ചെയ്യാൻ പറ്റും, ന്യൂമറിക് പ്രഡിക്ഷൻ, ദാറ്റ് ഇസ് റിഗ്രഷൻ പ്രഡിക്ഷനും ചെയ്യാൻ പറ്റും, ക്ലാസിഫിക്കേഷനും ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഇൻ മെനി ഏരിയാസ് ഇറ്റ് ഈസ് യൂസ്ഡ്. ഹാൻഡ് റിട്ടൺ ഡിജിറ്റ് റെക്കഗ്നിഷൻ, object recognition, speaker identification, benchmark, time series, prediction, tests, etc. Okay, അങ്ങനെ ഇഷ്ടം പോലെ predictions ഉണ്ട് we can do using SVM. Now, what is data നമുക്ക് SVM apply ചെയ്യണമെന്നുണ്ടെങ്കിൽ the only thing is that ഈ data linearly separable ആയിരിക്കണം. എന്ന് വെച്ചാൽ ഒരു ലൈനോ പ്ലെയിനോ വരച്ചിട്ട്, സിംഗിൾ ലൈൻ ഓർ സിംഗിൾ പ്ലെയിൻ വരച്ചിട്ട് I should be able to separate the 2 classes. അങ്ങനെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാത്രമേ എനിക്ക്
അതിനെ SVM യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. Now this is an example of a 2-dimensional class. അപ്പോൾ 2-dimensional class which is separable. ലൈൻ വരച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ക്ലാസ് ആണ്. സോ ലൈൻ വരച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് 2-dimensional ലീനിയർ സെപ്പറബിൾ ഡേറ്റ. Now ലീനിയർ സെപ്പറബിൾ ഡേറ്റയിൽ suppose we have a 2-class problem with linearly separable data and data is x1, y1, x2, y2, xd, yd. Each yi, ഈ yi-യുടെ കേസിൽ ഒന്നെങ്കിൽ y -1 ആയിരിക്കും അല്ലെങ്കിൽ y +1 ആയിരിക്കും. ആ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യും നമ്മൾ ഡേറ്റ. ഈച്ച് ടപ്പിൾ ഹാസ് 2 attributes, a1 or a1 a2 എന്ന് വെച്ചാൽ എക്സും വൈയും a1ഉം a2ഉം 2-dimensional പ്ലെയിനിലാണ് നമ്മൾ ഇത് വരയ്ക്കുന്നത്. അതുകൊണ്ടാണ് a1 a2. എന്നിട്ട് ലൈൻ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആ ലൈനിൻ്റെ ഇക്വേഷനാണ് -1ഉം +1ഉം ആയിട്ട് നമ്മൾ പറയുന്നത്. I'll show you why this is shortly. Okay, now this I explained to you. When we decide on the hyperplane or on the hyperline, we have to decide on maximum marginal hyperplane. അപ്പോൾ പുതിയൊരു ഡേറ്റ ഇതിൻ്റെ ഇടയിൽ വരുവാണെങ്കിലും ഇവിടെ എവിടെയെങ്കിലും വരുവാണെങ്കിൽ പോലും നമുക്ക് ഈ ലൈൻ വെച്ചിട്ട് കറക്റ്റായിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റണം. അതുകൊണ്ടാണ് മാക്സിമം ഡിസ്റ്റൻസ് എത്രയാണോ അതേ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഹൈപ്പർ പ്ലെയിനിനെ തീരുമാനിക്കുന്നത്. മാക്സിമം മാർജിനൽ ഹൈപ്പർ പ്ലെയിൻ. Okay, margin is the shortest distance from the maximum margin hyperplane to the closest training tuple of the either classes. എന്ന് വെച്ചാൽ മാർജിൻ എന്ന് പറയുന്നത് ഈ ഹൈപ്പർ പ്ലെയിനിൽ നിന്നും ഈ സപ്പോർട്ട് വെക്ടറിലേക്കുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് മാർജിൻ എന്ന് പറയുന്നത്. ആൻഡ് ദ ഹൈപ്പർ പ്ലെയിൻ ഇക്വേഷൻ ഇസ് ഗിവൺ ബൈ w into x, where w is a vector and x is a vector. x എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ട് വെക്ടേഴ്സ് ആണ്, w നമ്മുടെ വെയിറ്റ് വെക്ടേഴ്സ് ആണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ലാൻറ്റും ഒക്കെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. d ആണ് w0. w0 എന്ന് പറയുന്നത് b ആ. സോ ഇറ്റ് ഇസ് എൻ ഇക്വേഷൻ ഓഫ് എ ലൈൻ. ഓക്കെ, നൗ ഇവിടെ ഈ പർട്ടിക്കുലർ എക്സാമ്പിളിൽ ദേ ആർ യൂസിങ് ബൈസ് കമ്പ്യൂട്ടർ ഈസ് ഈക്വൽ ടു എസ് ആണ് ഈ എം ടി ആയിട്ടുള്ള സർക്കിൾസ്. കളേർഡ് സർക്കിൾസ് ബൈസ് കമ്പ്യൂട്ടർ ഈസ് ഈക്വൽ ടു നോ ആണ്. ഓക്കെ, ബിക്കോസ് ദ ലൈനിൻ്റെ പോസിറ്റീവ് സൈഡിൽ കിടക്കുന്നതാണ് യെസ്. അതുകൊണ്ട് y ഈസ് ഈക്വൽ ടു +1 ആൻഡ് 2 ക്ലാസ് y ഈസ് ഈക്വൽ ടു -1 ആണ് നോ. ഓക്കെ, സോ ഇറ്റ്സ് ഓൺ ദിസ് സൈഡ്. സോ ആ ലൈനിൻ്റെ മുകളിൽ കിടക്കുന്നത് പ്ലസും താഴെ കിടക്കുന്നത് മൈനസും ആണ് വൈയുടെ വാല്യൂസ്. സോ ദിസ് ഇസ് ഹൗ വി ഡിസൈഡ്. 2-class പ്രോബ്ലത്തിനെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ y ഈസ് ഈക്വൽ ടു +1 ഓർ y ഈസ് ഈക്വൽ ടു -1 വെച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും ക്ലാസ്സസിനെ. Okay, now supposing h1 is the plane, okay, and for all values which are greater than or equal to 1, that is plus yi is +1, then e values are in class 1, and for all values which are less than or equal to -1 ന്റെ അല്ലെങ്കിൽ equal to -1 അതിൻ്റെ താഴെ കിടക്കുന്ന എല്ലാ ക്ലാസ്സുകളും is class 2. Okay, tuples that fall on h1 or h2 are called, that is ഇതിലേക്ക് ഈക്വൽ ടുവിൽ വീഴുന്ന tuples ആണ് support vectors. The support vectors are the most difficult tuples to classify. കാരണം ഏറ്റവും അടുത്ത് കിടക്കുന്ന വെക്ടേഴ്സ് ആണ് ഏറ്റവും ഡിഫിക്കൽട്ട് ക്ലാസിഫൈ ചെയ്യാൻ. അപ്പുറയും പോകാം ഇപ്പുറയും വരാം. ഓക്കെ, അതുകൊണ്ട് ഇറ്റ് ഗിവ്സ് മോസ്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ ക്ലാസ്സസ്. അതുകൊണ്ടാണ് അതിനെ മാത്രം ഉപയോഗിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ. ബാക്കി താഴോട്ട് കിടക്കുന്നതൊക്കെ ഒബ്വിയസ് ആണ് ദാറ്റ് ഇറ്റ് ഇസ് പാർട്ട് ഓഫ് ദിസ് ക്ലാസ്. ഈ അടുത്ത് കിടക്കുന്നതിനെയാണ് കറക്റ്റായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ടി വരുന്നത്. ഓക്കെ, ആൻഡ് ദ മാക്സിമം മാർജിൻ വിൽ ബി, കാരണം +1ഉം -1ഉം ആയതുകൊണ്ട് ഇവിടെ ഒരു 1ഉം ഉണ്ട് ഇവിടെ ഒരു 1ഉം ഉണ്ട്. മാക്സിമം 2 ആയിരിക്കും നമ്മുടെ ഈ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ മാക്സിമൽ മാർജിൻ. നൗ ദ ബെസ്റ്റ് മാക്സിമം, നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് ടു ഫൈൻഡ് ഔട്ട് ദി മാക്സിമൽ ഹൈപ്പർ പ്ലെയിൻ. ഓക്കെ, ദ best maximum marginal hyperplane is given by the Lagrangian formulation. So ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ഹൈപ്പർ പ്ലെയിനിൻ്റെ ഇക്വേഷൻ കണ്ടെത്താനായിട്ട് പറ്റും. ഓക്കെ, ദിസ് ഇസ് കോൾഡ് ദ Lagrangian formulation. Derivative of x of t. x of t is test tuples ഓർ നമ്മുടെ കേസിൽ സപ്പോർട്ട് വെക്ടേഴ്സാണ്. അപ്പോൾ നമുക്ക് 4 സപ്പോർട്ട് വെക്ടർ ഉണ്ടെങ്കിൽ ഓരോ സപ്പോർട്ട് വെക്ടറും ഈ സമേഷനിലേക്ക് ഇടണം. i is equal to 1 to 4. L എന്ന് പറയുന്നത് is the number of support vectors.
yi എന്ന് പറയുന്നത് ഇപ്പോൾ ഐ ടോൾഡ് യു +1 അല്ലെങ്കിൽ -1. അപ്പം നമ്മുടെ സപ്പോർട്ട് വെക്റ്റർ ക്ലാസ് 1ൻ്റെ ആണെങ്കിൽ ഇത് +1 ആയിരിക്കും, സപ്പോർട്ട് വെക്റ്റർ ക്ലാസ് 2ൻ്റെ ആണെങ്കിൽ ഇത് -1 ആയിരിക്കും. സോ ദ ക്ലാസ് ലേബൽ ഓഫ് ദി ith സപ്പോർട്ട് വെക്റ്റർ ആണ് yi. ഓക്കെ, ആൽഫ ഐ ആൻഡ് b0 ഇത് രണ്ടും പാരാമീറ്റേഴ്സാണ്. അത് നമ്മൾ SVM അൽഗോരിതം റൺ ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്ത് വരുന്ന വെയ്റ്റ്സ് ആണ് ഈ ആൽഫ ഐയും b0. ഓക്കെ, സോ xi എന്ന് പറയുന്നത് ഇസ് ദി ith സപ്പോർട്ട് വെക്റ്റർ, xt എന്ന് പറയുന്നത് ഇസ് ദ ടെസ്റ്റ് ടപ്പിൾ. ഏത് ടെസ്റ്റ് ടപ്പിളിനെയാണോ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് അതാണ് ഈ ടെസ്റ്റ് ടപ്പിൾ. എന്നിട്ട് ഇത് വെച്ചിട്ട് വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ദി formula of the equation of the best maximum marginal hyperplane. Okay, so equation വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. Now the complexity of the learned classifier is characterized by, that is, എത്ര സപ്പോർട്ട് വെക്ടേഴ്സ് കൂടുന്നോ അതിനനുസരിച്ചാണ് നമ്മുടെ കോംപ്ലക്സിറ്റി ഓഫ് ദ ക്ലാസിഫയർ കൂടുന്നത്. ഓക്കെ, ബട്ട് നോർമൽ കേസിൽ സപ്പോർട്ട് വെക്ടേഴ്സ് കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ കോംപ്ലക്സിറ്റിയും കുറവായിരിക്കും, ഓവർ ഫിറ്റും ഒക്കെ ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. ഓക്കെ, നമ്പർ ഓഫ് സപ്പോർട്ട് വെക്ടേഴ്സ് can be used to compute an upper bound on the expected error rate. സപ്പോർട്ട് വെക്ടർ എത്ര കൂടുന്നോ അതിനനുസരിച്ച് നമ്മുടെ എറർ റേറ്റ് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഇതേ ബേസ് ചെയ്ത് ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് എറർ റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നോർമലി support vector systems are independent of the data dimensionality. കാരണം രണ്ട് ഡേറ്റ നമുക്ക് we have to convert it to പ്ലെയിനും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യുന്നത്. സോ വി ക്യാൻ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഡേറ്റ ഡയമെൻഷനാലിറ്റി എന്ന് പറയുന്ന ഹയർ ഡയമെൻഷൻ ആണെങ്കിൽ നമുക്ക് ലോവർ ആക്കാൻ പറ്റും, ലോവർ ഡയമെൻഷൻ ആണെങ്കിൽ ഹയർ ആക്കാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ഡേറ്റ. നമുക്ക് ആവശ്യമുള്ള ഡയമെൻഷനിലേക്ക് നമുക്ക് അതിനെ കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് SVM with a small number of support vectors have good generalization even with dimensionality of the data is high. കാരണം നമുക്ക് ചെറിയ നമ്പർ ഓഫ് സപ്പോർട്ട് ഡേറ്റ ആണ്, ടപ്പിൾസ്, ട്രെയിനിങ് ടപ്പിൾസ് ആണ് ഉള്ളതെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഗുഡ് ജനറലൈസേഷൻ വരും. ബിക്കോസ് വി ആർ ക്ലാസിഫൈങ് ഇറ്റ് ബേസ്ഡ് ഓൺ ദ സ്പേസ് ബിറ്റ്വീൻ ദോസ് സപ്പോർട്ട് വെക്ടേഴ്സ് ബിറ്റ്വീൻ ദ ക്ലാസ്സസ്. ഓക്കെ, നൗ നമ്മൾ ലീനിയർലി സെപ്പറബിൾ ഡേറ്റ ആണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ലൈൻ വരയ്ക്കാനായിട്ട് പറ്റും. അസ്യൂം ദാറ്റ് വി ഹാവ് ഡേറ്റ വിച്ച് ഇസ് നോട്ട് ലീനിയർലി സെപ്പറബിൾ എന്ന് വെച്ചാൽ എൻ്റെ ഡേറ്റ ഇങ്ങനെ കിടക്കുന്നത് ഉണ്ടോ. ഇത് ക്ലാസ് 1 ഇത് ക്ലാസ് 2 ഞാൻ എങ്ങനെ വരച്ചാലും, ഞാൻ ഇങ്ങനെ ലൈൻ വരച്ചാലും ഇത് അവിടെ പോയി കിടക്കും, ഇങ്ങനെ വരച്ചാൽ ഇത് ഇവിടെ പോയി കിടക്കുന്നു. അങ്ങനെ എങ്ങനെ വരച്ചാലും ഇതിനെ എനിക്ക് ഈ പോയിന്റിനെയും കൂടെ ഒരു ലൈനിൻ്റെ ഇപ്പറയാക്കാനായിട്ട് പറ്റത്തില്ല. ദിസ് കൈൻഡ് ഓഫ് ഡേറ്റ ഈസ് കോൾഡ് ലീനിയർലി ഇൻസെപ്പറബിൾ ഡേറ്റ. ഇതിനി ഒരു മാർഗമേ ഉള്ളൂ. ഇത് ഏത് ഇതിപ്പോൾ 2 ഡയമെൻഷനിലാണ് കിടക്കുന്നത്, A1 A2 2 ഡയമെൻഷനിലാണ് ഇത് കിടക്കുന്നത്. ഇതിനെ ഞാനൊരു ഹയർ ഡയമെൻഷണൽ പ്ലെയിനിലേക്ക് കൺവേർട്ട് ചെയ്യണം യൂസിങ് സം കൈൻഡ് ഓഫ് ഫങ്ഷൻ. എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഞാൻ ഈ ഡേറ്റയെ ഹയർ ഡയമെൻഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 3D ഡയമെൻഷനിലാവുമ്പോഴത്തേനും ഈ ഡേറ്റ മുഴുവനും ചേഞ്ച് ആകും. ഇറ്റ് വിൽ നോ ലോങ്ങർ ബി ഓൺ എ പേപ്പർ, ഇറ്റ് വിൽ ബി ഇൻസൈഡ് എ സ്പേസ്. ഒരു 3 ഡയമെൻഷണൽ സ്പേസിലായിരിക്കും അത് ഉണ്ടാവുക. അപ്പോൾ എനിക്ക് ഏതേലും ഒരു പ്ലെയിൻ യൂസ് ചെയ്ത്, ലൈൻ യൂസ് ചെയ്ത് പറ്റില്ല, പ്ലെയിൻ യൂസ് ചെയ്ത് ഐ ഷുഡ് ബി ഏബിൾ ടു കൺവേർട്ട് ഇറ്റ്. ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ഞാൻ ഈ ബാക്കി ഡീറ്റെയിൽസിലേക്ക് കണ്ടിന്യൂ ചെയ്യാം. Okay, now supposing we have an example that എനിക്ക് ചെയ്യേണ്ടത് ഇതാണ് എൻ്റെ ഡേറ്റ. ഓക്കെ, 0 0 0 1 1 0 1 1 ഇതാണ് എൻ്റെ ഡേറ്റ. ഓക്കെ, സോ ഞാൻ 2 ഡയമെൻഷണൽ പ്ലെയിനിന് ഞാൻ ഇത് വരയ്ക്കുകയാണ്. അന്നേരം ഇത് 1 ആണെന്ന് വിചാരിക്കുക, ഇതും 1 ആണ്, ഇത് 0 ആണ്. ഓക്കെ, 0 0. Okay, so 0 0 is this point, 0 1 is this point, 1 0 is this point, 0 1 is this point, and 1 1 is this point. Okay, I want and one class is class 1 is both bits are same. എന്നുവെച്ചാൽ 0 0യും 0 0യും
1 1 ആണ് class 1. Okay, and class 2 is both bits are different. Okay, so 1 0 യും 0 1 ഉം ആണ് എൻ്റെ ക്ലാസ് 2. ഓക്കെ, സോ ഇതിനെ 0 0 ഇതാണ്, 1 1 ഇതാണ്, 0 1 ഇതാണ്, സോറി 1 0 ഇതാണ്, 0 1 ഇതാണ്. ഓക്കെ, ഇതിലൂടെ ഞാൻ എങ്ങനെ വര വരച്ചാലും എങ്ങനെ ലൈൻ വരച്ചാലും ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി പോസിബിൾ ടു ഗെറ്റ് എ പ്ലെയിൻ ഓർ എ ലൈൻ ദാറ്റ് സെപ്പറേറ്റ്സ് ദീസ് ടു ക്ലാസ്സസ്. ഇങ്ങനെ വരയ്ക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ എനിക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ വാട്ട് ക്യാൻ ഐ ഡു? ഓക്കെ, വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഇസ് 2 ഡയമെൻഷൻ പ്ലെയിനിൽ നിന്നും ഞാൻ ഇതിനെ 3 ഡയമെൻഷൻ പ്ലെയിനിലേക്ക് ആക്കാനായിട്ട് പോവുകയാണ്. Okay, with the function z is equal to 0 for all x is equal to y and z is equal to 1 for all x is not equal to y. അപ്പോൾ ഞാൻ എന്തോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ പോയിന്റ് എക്സ് കൊമ വൈ കൊമ ഇസഡ് ആണെങ്കിൽ ഓക്കെ ഇസഡ് വിൽ ബി ഈക്വൽ ടു 0 വെൻ എക്സ് ഇസ് ഈക്വൽ ടു വൈ. ഓക്കെ, സോ 0 0ക്ക് ഇസഡ് 0 ആയിരിക്കും, 1 1ന് ഇസഡ് 0 ആയിരിക്കും. ആൻഡ് വേർ എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു വൈ ഇസഡ് ഇസ് ഈക്വൽ ടു 1. സോ 1 0ക്ക് ഇസഡ് 1 ആയിരിക്കും ആൻഡ് 0 1നും ഇസഡ് 1 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ എൻ്റെ പുതിയ സെറ്റ് ഓഫ് പോയിന്റ്സ് ഇസ് 0 0 0 1 1 0 1 0 1 ആൻഡ് 0 1 1 ബേസ്ഡ് ഓൺ ദിസ് ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ ഡിസൈഡ് ചെയ്യുന്നതാണ് ശരിക്കും ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. നൗ ഫോർ ദിസ് പർട്ടിക്കുലർ കേസ് ഇങ്ങനെ ഞാനങ്ങ് ഡിസൈഡ് ചെയ്യുക. ആൻഡ് ദെൻ ഐ മസ്റ്റ് ഡ്രോ ദീസ് പോയിന്റ്സ് ഇൻ എ 3 ഡയമെൻഷണൽ പ്ലെയിൻ. ഓക്കെ, അത് കറക്റ്റായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നെറ്റിൽ ഉള്ള ഒരു സ്കാറ്റർ പ്ലോട്ടിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ലുക്ക് അറ്റ് ദ പോയിന്റ്സ് ദാറ്റ് ഐ ഹാവ് drawn. ഓക്കെ, സോ ഇവിടെ ഞാനിപ്പം പോയിന്റ്സ് ആർ 0 0 0 ഓക്കെ റെഡിൽ കാണുന്നത് ആൻഡ് 1 1 0 ബിക്കോസ് z is equal to 0 where x is equal to y എന്നായിരുന്നു നമ്മുടെ ഫംഗ്ഷൻ. ഓക്കെ, അതേപോലെ തന്നെ for 0 1 because it's different z was equal to 1. Okay, blue വെച്ചിട്ട് I have represented the blue വെച്ച് ഈ രണ്ട് പോയിന്റ് വെച്ചിട്ട് I have sorry 1 second നിശ്ചയം കൂടെ വലുതാക്കി കാണിച്ചു തരാം. Okay, blue വെച്ചിട്ട് I have represented the class with x is not equal to y. എന്നുവെച്ചാൽ 0 1 ഉം 1 0നെയാണ് ഈ ബ്ലൂ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് റെഡ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് 0 0നെയും 1 1നെയും. ഓക്കെ, നൗ ലുക്ക് ഓവർ ഹിയർ. ഇതിപ്പോൾ ഞാൻ എക്സ് വൈ ഇസഡ് ഒരു 3 ഡയമെൻഷണൽ പ്ലെയിനിലേക്ക് ഞാൻ കൺവേർട്ട് ചെയ്തു. ഇനി ഇതിന് വേണ്ടി ഞാനൊരു ഇഫ് ഐ വോണ്ട് ടു ഡ്രോ എ പ്ലെയിൻ, നോക്ക് ഇതിനെ ഇങ്ങനെ ഞാൻ കണ്ടോ, ഇത് കണ്ടോ, ഇങ്ങനെ ഞാൻ റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ അടിയിൽ കൂടെ ഒരു ഷീറ്റ് ഓഫ് പേപ്പർ എനിക്ക് വെച്ചൂടെ? ഇവിടെ ഇതിൻ്റെ അടിയിൽ കൂടെ ബ്ലൂ മുകളിലും റെഡ് താഴെയുമായിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ അടിയിൽ കൂടെ എനിക്കൊരു ഷീറ്റ് ഓഫ് പേപ്പറിനെ വെക്കാനായിട്ട് സിമ്പിളായിട്ട് പറ്റും. സോ ഐ can create a hyperplane which divides the blue class from the red class. പക്ഷേ when this data was in
two-dimensional plane, I was not able to change. I was not able to create a hyperplane that divides class 1 from class 2. അപ്പോൾ ഈ രീതിയിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ, ഇതിപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഞാൻ അങ്ങ് ഉപയോഗിച്ചിരിക്കുവാണ്. യു ക്യാൻ യൂസ് എനി സ്യൂട്ടബിൾ ഫംഗ്ഷൻ ആൻഡ് സീ വെദർ ദ ഡേറ്റ ക്യാൻ ബി സെപ്പറേറ്റഡ്. അങ്ങനെ ഡയമെൻഷൻസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എനിക്ക് ഡേറ്റയെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ക്രിയേറ്റ് ആൻ SVM ടു ക്ലാസിഫൈ എനി ഡേറ്റ. ഓക്കെ, നൗ ലെറ്റ്സ് ഗോ ബാക്ക് ടു what we were looking earlier. Okay, now let's look at linearly inseparable data. Find non-linear hypersurface. നമുക്ക് linearly inseparable ഡേറ്റയിൽ നിന്നും we cannot find a ലീനിയർലി അവരെ സെപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഹൈപ്പർ പ്ലെയിൻ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതിന് ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ട്രാൻസ്ഫോം ദി ഒറിജിനൽ ഇൻപുട്ട് ഡേറ്റ ഇൻ ടു എ ഹയർ ഡയമെൻഷൻ സ്പേസ്. അതാണ് ഞാൻ ചെയ്തത്. 2 ഡയമെൻഷനിൽ നിന്നും ഞാൻ എൻ്റെ 4 പോയിന്റിനെ 3 ഡയമെൻഷനിലേക്ക് കൺവേർട്ട് ചെയ്തു യൂസിങ് സം നോൺ ലീനിയർ മാപ്പിംഗ്. എന്നുവെച്ചാൽ ലീനിയർ ആയിട്ട് മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ഹയർ ഡയമെൻഷൻ സ്പേസിലും നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ യൂസിങ് സം കൈൻഡ് ഓഫ് നോൺ ലീനിയർ മാപ്പിംഗ്. ഓക്കെ, സെയിം ആയിട്ട് മാപ്പ് ചെയ്യുന്ന രീതിയിലല്ല, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മെത്തേഡ് യൂസ് ചെയ്ത് നോൺ ലീനിയർ മാപ്പിംഗ് വെച്ചിട്ട് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഇൻ ദാറ്റ് സ്പേസ് ഹയർ ഡയമെൻഷൻ സ്പേസിൽ സെർച്ച് ഫോർ എ ലീനിയർ സെപ്പറേറ്റിംഗ് ഹൈപ്പർ പ്ലെയിൻ. ഓക്കെ, അതാണ് ഞാൻ നേരത്തെ എക്സാമ്പിൾ വെച്ചിട്ട് കാണിച്ചു തന്നത്. ഓക്കെ, ഇനി നോൺ ലീനിയർ ട്രാൻസ്ഫർമേഷൻ ഇൻ ടു ഹയർ ഡയമെൻഷൻ സ്പേസ്. ഇപ്പം കോംപ്ലക്സ് ആയിട്ടുള്ള ഡേറ്റ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഇസഡ് ഫംഗ്ഷൻ വെച്ചിട്ട് മാത്രം നമുക്ക് അതിനെ എന്താ പറയുക ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല, ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ ജനറൽ ആയിട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ലെറ്റ് ദ ഇൻപുട്ട് വെക്ടർ ബി ഓഫ് എനി ഡയമെൻഷൻ. ഇപ്പോൾ 3 ഡയമെൻഷൻ ആണെന്ന് വിചാരിക്കുക, x1, x2, x3, ആൻഡ് വി വോണ്ട് ടു മാപ്പ് ദിസ് ടു 6 ഡയമെൻഷൻസ്. ലെറ്റ് ദ മാപ്പിംഗ് ഫംഗ്ഷൻ ബി ഇസഡ് സ്പേസ് ആണ്. ലെറ്റ് ദ മാപ്പിംഗ് ഫംഗ്ഷൻ ബി 6 ഡയമെൻഷൻസ് ഉള്ളതുകൊണ്ട് 6 ഫംഗ്ഷൻസും ഉണ്ട്. phi 1 of x, x1, phi 2 of x is x2. This has to be found out by us. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. phi 3x is equal to x3, phi 4 of x is x1 square, phi 5 of x is x1 x2, phi 6 of x is x1 x3. എന്നിട്ട് ഇതേ ബേസ് ചെയ്തിട്ട് we are calculating w z plus b. അപ്പം നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഈ വെയ്റ്റ്സ് വെച്ചിട്ട് ഓരോ ഫംഗ്ഷനും നമ്മളൊരു വെയ്റ്റ് w1, w2, w3, w4, w5, w6 plus w0, okay, b. Okay, so ഇത് വെച്ചിട്ട് ഈ z ഫങ്ഷൻസിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. സോ ദ ഫസ്റ്റ് വൺ ഇസ് w1 x1 പ്ലസ് w2 x2 പ്ലസ് w3 x3 പ്ലസ് w4 x1 സ്ക്വയർ, w5 x1 x2, w6 x1 x3 പ്ലസ് ദ കോൺസ്റ്റന്റ് ടേം b. ഓക്കെ, എന്നിട്ട് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേനും വി വിൽ ഗെറ്റ് ദ വാല്യൂ w1 z1, w2 z2, w3 z3, w4 z4, w5 z5, w6 z6 പ്ലസ് 6. അപ്പോൾ ഇത് എന്തോരം ഡോട്ട് പ്രോഡക്ട്സ് കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കി. ഇത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കാൽക്കുലേഷനാണ്. അതുകൊണ്ട് ഈ ബിഗർ ഡയമെൻഷനിൽ കയറിയിട്ട് നമ്മൾ ഈ ഡോട്ട് പ്രോഡക്ട്സ് ചെയ്യുന്നതിന് പകരം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡയമെൻഷനിൽ ലോവർ ഡയമെൻഷനിൽ ഇരുന്നുകൊണ്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ പറയുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് കമ്പ്യൂട്ടിംഗ് ഓൾ ദ ഡോട്ട് പ്രോഡക്ട്സ് ഓൺ ദ ട്രാൻസ്ഫോംഡ് ഡേറ്റ ടപ്പിൾസ്, അപ്ലൈ എ കേർണൽ ഫംഗ്ഷൻ ടു ദി ഒറിജിനൽ ഇൻപുട്ട് ഡേറ്റ. അപ്പോൾ കേർണൽ ഫങ്ഷൻസ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കേർണൽ ഫങ്ഷൻസ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് കേർണൽ ഫങ്ഷൻസിനെ ഈ ഒറിജിനൽ ഡേറ്റയിലേക്ക് നമ്മളങ്ങ് ഇൻപുട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വി ഗെറ്റ് ഇപ്പോൾ k of xi മാത്രമേ ഉള്ളെങ്കിൽ xi, അല്ലെങ്കിൽ xi xj ഉണ്ടെങ്കിൽ രണ്ടും കൂടെ ചേർത്ത് അങ്ങനെ ഒരു ഈ കേർണൽ ഫംഗ്ഷൻ ട്രാൻസ്ഫോംസ് ദ ഡേറ്റ phi xi into phi xj. എന്നിട്ട് ആ ഡയമെൻഷനിൽ തന്നെ നിന്നുകൊണ്ടായിരിക്കും ബാക്കി എല്ലാ കാൽക്കുലേഷൻസും ചെയ്യുന്നത്. സോ കോസ്റ്റ് ഓഫ് കമ്പ്യൂട്ടേഷൻ വിൽ ബി ലെസ്. സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ചില കേർണൽ ഫങ്ഷൻസ് ആണ് ഈ പറയുന്നത്. പോളിനോമിയൽ കേർണൽ ഓഫ് ഡിഗ്രി h. ഓക്കെ, സോ xi xj ആണുള്ളതെങ്കിൽ xi ഡോട്ട് xj പ്ലസ് 1 റേസ് ടു h. ഇനി 3 ഉണ്ടെങ്കിൽ xi xj xk ഉണ്ടെങ്കിൽ xi ഇൻറ്റു ഡോട്ട് xj ഇൻറ്റു xk പ്ലസ് 1 ഇൻറ്റു h. അങ്ങനെ അടുത്തത് ഗോഷ്യൻ റേഡിയൽ ബേസിസ് ഫംഗ്ഷൻ. ഇത് പല ഈ
പ്രോബ്ലംസിനും യൂസ് ചെയ്തിട്ടുള്ളതാണ് ഗോഷ്യൻ റേഡിയൽ ബേസിസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഹാസ് ദി അഡ്വാൻറ്റേജ് ഡെറിവേറ്റീവ്സ് സ്മോൾ ആണ്. So we can use it in many applications. K xi xj is e raised to minus xi minus xj the whole square divided by 2 sigma square. Sigmoid kernel tan h k xi dot xj minus delta. Okay, this sigma m delta m okay statistical values are, so they are all calculatable. These are some of the common kernel functions. Now remember, SVM ഞാൻ നേരത്തെ പറഞ്ഞ പോലെ it is not efficient for multi-class classification. 2 ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ SVM നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ കേർണൽ ഫങ്ഷൻസ് യൂസ് ചെയ്ത് ഹയർ ഡയമെൻഷണൽ ഓർ ലീനിയർലി ഇൻസെപ്പറബിൾ ഡേറ്റയും നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. വിത്ത് ദിസ് we are concluding support vector machines. It's important.